ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലി ഇന്ന് നടക്കും. ദില്ലി രാംലീല മൈതാനത്ത് രാവിലെ 10 മണി മുതലാണ് റാലി. AAP, കോൺഗ്രസ് ഉൾപ്പെടെ 28 പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ റാലിയിൽ പങ്കെടുക്കും. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് അടക്കം ഉയർത്തിയാണ് റാലി നടക്കുന്നത്. 1 ലക്ഷത്തിലധികം ആളുകൾ റാലിയിൽ പങ്കെടുക്കുമെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. റാലി കണക്കിലെടുത്ത് കനത്ത സുരക്ഷയിലാണ് രാജ്യ തലസ്ഥാനം. പ്രത്യാശയുടെ സന്ദേശവുമായി വിശ്വാസി സമൂഹം ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കും. യേശുദേവൻ കുരിശിലേറിയ ശേഷം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കലാണ് ഈസ്റ്റർ. 50 നോമ്പാചരണത്തിന്റെ അവസാനം കൂടിയാണിന്ന്. ദേവാലയങ്ങളിൽ നോമ്പാചരണത്തിന്റെ വിശുദ്ധിയോടെയാണ് വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. ഇന്ന് പുലർച്ചെ തന്നെ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടന്നു. വിവിധ ദേവാലയങ്ങളിൽ നടന്ന പ്രാർത്ഥനകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഇന്നലെ അർദ്ധരാത്രിയും ഇന്ന് പുലർച്ചെയുമായാണ് പ്രാർത്ഥനകൾ നടന്നത്. ദുഃഖവെള്ളി ദിനം കുരിശിലേറിയ യേശുദേവൻ 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റു എന്നാണ് വിശ്വാസം. ഈ സുദിനത്തിൽ വിശ്വാസികൾ യേശുദേവന്റെ പീഡാനുഭവത്തെ അനുസ്മരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. ഡേവിഡ് മുത്തപ്പനെ ഇന്ത്യയിലെത്തിച്ചു. റഷ്യയിലെത്തിച്ച് യുക്രൈനെതിരായ യുദ്ധത്തിൽ പങ്കെടുക്കാനായി സൈന്യത്തിൽ ചേർത്ത പൊഴിയൂർ സ്വദേശി ഡേവിഡ് മുത്തപ്പനെ ഡൽഹിയിലെത്തിച്ചു. ഡൽഹിയിലെത്തിയ ഇദ്ദേഹത്തെ CBI ചോദ്യം ചെയ്തു. യുദ്ധമേഖലയിൽ വെച്ച് പരിക്കേറ്റ് മോസ്കോയിൽ ഒളിവിൽ കഴിയവേ താൽക്കാലിക യാത്രാരേഖകളുടെ സഹായത്തോടെയാണ് ഇന്ത്യൻ എംബസി ഡേവിഡിനെ ഡൽഹിയിലെത്തിച്ചത്. ഡേവിഡ് മുത്തപ്പൻ ചൊവ്വാഴ്ച നാട്ടിലെത്തുമെന്ന് അധികൃതർ അറിയിച്ചു. സെക്യൂരിറ്റി ജോലിക്കെന്ന പേരിൽ റഷ്യയിലെത്തിച്ച ശേഷം ഇദ്ദേഹത്തെ റഷ്യൻ സൈനിക കേന്ദ്രത്തിലെത്തിച്ച് പരിശീലനം നൽകി യുക്രൈൻ അതിർത്തിയിൽ യുദ്ധത്തിന് നിയോഗിച്ചു. യുദ്ധത്തിനിടയിൽ ഡിസംബർ 25-ന് ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയ്ക്കായി സൈനിക ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ റഷ്യൻ സൈനികന്റെ സഹായത്തോടെ പുറത്തു കടക്കുകയും വഴിയിൽ കണ്ട ഒരു വൈദികൻ ഡേവിഡിനെ സഹായിക്കുകയുമായിരുന്നു. BJP സ്ഥാനാർത്ഥിയുടെ വാഹനത്തിന് നേരെ ആക്രമണം. വടകരയിലെ NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണയുടെ വാഹനത്തിന് നേരെ DYFIയുടെ അതിക്രമമെന്ന് പരാതി. കോതോട് സംഘർഷവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെ വാഹനത്തിന് നേരെ DYFI പ്രവർത്തകർ ആക്രമണം നടത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. സംഘടിച്ചെത്തിയ DYFIയുടെ പ്രവർത്തകരാണ് കാറിന്റെ നേർക്ക് ആക്രമണം അഴിച്ചുവിട്ടതെന്നും CPMകാർ കലാപത്തിനുള്ള ശ്രമം നടത്തുകയാണെന്നും പ്രഫുൽ കൃഷ്ണ പറഞ്ഞു. വാഹനം ആക്രമിച്ച് ഫ്ളാഗ് പോസ്റ്റ് പിഴുതുകളയാൻ DYFI പ്രവർത്തകർ ശ്രമിച്ചതായി BJP ആരോപിച്ചു. അതേസമയം പ്രതിഷേധത്തിനിടെ BJP സ്ഥാനാർത്ഥിയുടെ വാഹനം എത്തിയപ്പോൾ പ്രതിഷേധം കടുപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്ന് DYFI പ്രവർത്തകർ പറഞ്ഞു. തുടർന്ന് പോലീസ് ഇടപെട്ട് സംഘർഷ സാധ്യത ഒഴിവാക്കുകയായിരുന്നു. കാലിക്കറ്റ് സർവകലാശാലയിൽ ഇന്റേണൽ മാർക്കിൽ വ്യാപക ക്രമക്കേട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇന്റേണൽ മാർക്ക് തിരുത്തിയതായി സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ കണ്ടെത്തൽ. 43 വിദ്യാർത്ഥികളുടെ ഇന്റേണൽ മാർക്കാണ് യൂണിവേഴ്സിറ്റി ചട്ടങ്ങൾ മറികടന്ന് തിരുത്തിയതായി കണ്ടെത്തിയത്. ഇതിനു പുറമെ ഉത്തരക്കടലാസുകൾ കാണാതായ സംഭവങ്ങളിൽ ഉത്തരവാദികളെ കണ്ടെത്താൻ പോലും സർവകലാശാലയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാന ഓഡിറ്റ് വിഭാഗം കാലിക്കറ്റ് സർവകലാശാലയിൽ നടത്തിയ ഓഡിറ്റിലാണ് ഗുരുതരമായ ക്രമക്കേട് കണ്ടെത്തിയത്. ഇന്റേണൽ മാർക്കുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു. 4 വിദ്യാർത്ഥികളുടെ ഉദാഹരണ സഹിതമാണ് ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവന്നത്.